ഹലോ ഗൈസ്, നമ്മുടെ ബിരിയാണി റൈസ് ചലഞ്ചിൻ്റെ അവസാന ദിവസം നമ്മൾ ഫുഡ് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 22 ഏപ്രിലായിരുന്നു. അപ്പോൾ ലക്കിടി കൂട്ടുപാതക്ക് അടുത്തുള്ള പോളിഗാർഡ് എന്ന് പറഞ്ഞ ഓട്ടീസം ബാധിച്ച പിള്ളേരെ സംരക്ഷിക്കുന്ന സെൻറ്ററിലാണ് നമ്മൾ ഫുഡ് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 22 നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നതായിരുന്നു. പെട്ടെന്നാണ് നമ്മളെ ഷിപ്പിൽ നിന്ന് വിളിച്ച് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് അവരെല്ലാം പ്രിപ്പറേഷനും ചെയ്ത് വെച്ച് വന്നുകൊണ്ടും എനിക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യേണ്ടി വന്നു. പക്ഷെ എന്നാലും നമ്മളവിടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ട ഫുഡൊക്കെ അന്നൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് ഷിപ്പിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി കയറിയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ അവരയച്ചുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരിപ്പോൾ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫുഡ് ഇനി അങ്ങനെ വെച്ച് കൊടുക്കണം എന്ന് താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാം. അവരുടെ നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കാം. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സെൻറ്ററിൽ ഉള്ള ആളുകളെ സംരക്ഷിക്കുന്നവരെ കൂടെ ചേരുക എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കാര്യമാണ്. നിങ്ങൾ അവരുടെ ഒപ്പം കൂടെ ചേരുന്നത് ഒരു നല്ല കാര്യമാണ്. അങ്ങനെ ചേരണം എന്നുള്ളവർക്ക് ആ നമ്പർ എടുത്തിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് എന്നാണോ നിങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് അവർക്ക് ഫുഡ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് നമ്മൾ ബിരിയാണി റൈസ് ചലഞ്ച് കൊണ്ട് കളക്ട് ചെയ്ത അരി കൊണ്ട് ഫുഡ് വെച്ചിട്ട് അവിടെ ഏകദേശം 160ഓളം ആൾക്കാരാണുള്ളത്. അവർക്ക് ഫുഡ് വെച്ച് കൊടുത്തതിൻ്റെ വീഡിയോ നമ്മളിതിൻ്റെ ലാസ്റ്റ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാം. ലാസ്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ദിവസം ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫുഡ് വെച്ച് കൊടുക്കാവുന്നതാണ്. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഇന്ന് നിങ്ങളെ കാണാനായിട്ട് ഇത് കണ്ടോ, ഉപ്പയും ഉമ്മയും ചേച്ചിമാരും ഏട്ടനും ഒക്കെ നിങ്ങളെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഹായ് പറഞ്ഞെല്ലാവരും. ഇന്ന് നമുക്ക് നല്ല ഭക്ഷണം, നല്ല ചിക്കൻ ബിരിയാണിയൊക്കെ റെഡിയാക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ആ കുടുംബത്തിലെ ഹബീബിക്കയാണ് കേട്ടോ. ഇക്ക ജോലി കാര്യങ്ങളായിട്ട് ഓസ്ട്രേലിയയിലേക്ക് യാത്ര ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കുക. നാട്ടിലുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ബിരിയാണിയൊക്കെ റെഡിയാക്കാനായിട്ട് പ്രത്യേകം പറഞ്ഞതാണ്. സന്തോഷമാണോ? ബിരിയാണി ഇഷ്ടമാണോ? ഇത് പോളിഗാർഡ് എന്ന് പറഞ്ഞിട്ട് ലക്കിടി കൂട്ടുപാതയിൽ നിന്ന് ഏകദേശം 2-3 കിലോമീറ്ററോളം മാറിയിട്ടുള്ള ഒരു ഓട്ടിസം ബാധിച്ച ആളുകളെ സംരക്ഷിക്കുന്ന ഒരു സെൻ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ആയിട്ടില്ല എന്ന് തോന്നുന്ന ഒരാൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളൊക്കെ ഭൂമിയിൽ സ്വർഗ്ഗത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക, ഒന്ന് സന്ദർശിക്കുക. ഓക്കെ, ബൈ.